എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചാലമ്മൂട് പ്രാക്കുളം, പ്രോപ്പർ പ്രാക്കുളമല്ല, ഗോസ്തലക്കാവ് ജംഗ്ഷൻ. അവിടെയുള്ള ഏകദേശം 113 വർഷത്തെ പഴക്കമുള്ള ഒരു വീട്ടിലാണ്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വീട്ടിൽ നമ്മളുടെ ശ്രീനാരായണ ഗുരു വന്നിരുന്ന വീടാണ്. അദ്ദേഹം ഏകദേശം 5 ദിവസത്തോളം ഈ വീട്ടിൽ താമസിച്ചിരുന്നു. ഈ കാണുന്നത് കൂവളത്തിൻ്റെ മരമാണ് കേട്ടോ, കൂവളം മരമാണ്. ഈ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് അദ്ദേഹം വന്നിരുന്ന് തപസ് ചെയ്തിട്ടുള്ളതായിട്ടും അറിഞ്ഞു. ഈ വീടിൻ്റെ പേര് കോയിവിളപ്പുറത്ത് തെക്കേ പുത്തൻ വീടെന്നാണ്. ഈ എല്ലാ വർഷവും ഇവിടെ ശിവഗിരിക്ക് പോകുന്ന, കേരളത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ശിവഗിരിക്ക് പോകുന്ന മിക്ക ആൾക്കാരും ഇവിടെ വന്ന് ഈ വീട് കാണാറുണ്ട്. ഇവിടെ വീട് സന്ദർശിച്ചിട്ടാണ് പല ആൾക്കാരും ശിവഗിരിക്ക് പോകാറുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് പ്രവേശിക്കാം. കണ്ടേ, ഈ കാണുന്ന കട്ടിലാണ് ശ്രീനാരായണ ഗുരു ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം വിശ്രമിക്കാൻ കിടക്കുന്ന കട്ടിലാണിത്. വളരെ പഴക്കം ചെന്ന ഒരു കട്ടിലാണ്, പഴയ കാലത്തെ. ഈ വീടിന് തന്നെ ഏകദേശം 113 വർഷത്തെ പഴക്കമുണ്ട്, 114 വർഷത്തെ പഴക്കമായി. ഈ കാണുന്നതാണ് ശ്രീനാരായണ ഗുരു വന്നിരുന്ന് വിശ്രമിക്കുന്ന അദ്ദേഹത്തിൻ്റെ കസേര. ഇദ്ദേഹമാണ് അയ്യൻ കേശവൻ. ഇദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുവിന് സൈക്കിൾ റിക്ഷ സമ്മാനമായിട്ട് നൽകിയത്. ആ സൈക്കിൾ റിക്ഷയാണ് ഇന്ന് വർക്കല ശിവഗിരിയിൽ അവിടെ വെച്ചിരിക്കുന്ന സൈക്കിൾ റിക്ഷ. ഇദ്ദേഹം കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ പേര് അയ്യൻ കേശവൻ എന്നാണ്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ നടുമുറ്റം. എന്നെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ അമ്മയുടെ വീടാണ്. എൻ്റെ അമ്മയുടെ അച്ഛനും അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയുമാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനാണ് ഈ അയ്യൻ കേശവൻ എന്ന് പറയുന്നത്. അദ്ദേഹം അന്നത്തെ കാലത്തെ ഒരു നാട്ടുപ്രമാണിയൊക്കെ ആയിരുന്നു. അന്ന് കാലത്തെ നിലനിന്നിരുന്ന ഒരു വീടാണിത്. അന്നത്തെ കാലത്ത് ശ്രീനാരായണ ഗുരു അദ്ദേഹം വരുന്ന സമയത്തൊക്കെ ഇവിടങ്ങളിലൊന്നും മറ്റു വീടുകളിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വീട് തിരഞ്ഞെടുത്തതും ഇവിടെ താമസിക്കാനിടയായതും. ഇത് ഞങ്ങളുടെ തറവാടാണ്. ഏകദേശം 114 വർഷത്തെ പഴക്കമുള്ള കിണറാണ്, പഴയ കാലത്തെ കിണർ. ഇവിടെ ഈ കപ്പിയും കയറുമൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇവിടുത്തെ നല്ല വെള്ളമാണ് കേട്ടോ, ഭയങ്കര തണുത്ത വെള്ളമാണ്. നമ്മൾ ഈ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം എടുത്ത് ദേഹത്ത് ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും, അതേ കണക്ക് നല്ല തണുത്ത വെള്ളമാണ്. പഴയ കാലത്തെ ആ ഒരു തനിമ അതേ കണക്ക് തന്നെ നിലനിർത്തിയിട്ടുള്ളതാണ് എൻ്റെ അമ്മയുടെ ഈ ഒരു വീട്. ഇവിടെ പഴയ പത്തായമൊക്കെ ഇരിപ്പുണ്ട്. പണ്ട് കാലത്ത് നെല്ലൊക്കെ ശേഖരിച്ച് വെക്കുന്ന പത്തായമൊക്കെ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. നമ്മുടെ അന്നത്തെ കാലത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മീറ്ററാണ്. ഇതിനകത്ത് കറക്റ്റായിട്ട് കാലപ്പഴക്കം കൊടുത്തിട്ടുണ്ട്. 1912 ഇവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയിരിക്കുന്നത്.
അതുകൊണ്ട് ഇതാണ് നേരത്തെ പറഞ്ഞ നടുമുറ്റം. വീടിൻ്റെ മുകൾ ഭാഗമൊക്കെ ഓടിട്ടതാണ്. പിന്നെ പഴയ കാലത്തെ ഒരു തട്ടുംപുറമുണ്ട്, തട്ട്. അതിപ്പോൾ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പത്തായം. പഴയ കാലത്ത് അരിയും ഇതൊക്കെ ഇട്ട് വെക്കുന്ന പഴയ കാലത്തെ ആ ഒരു പത്തായം, വിളകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ആ ഒരു സംഭവം. ഇത് പഴയ കാലത്തെ ഒരു അലമാരയാണ്. ഇതാണ് രാമചന്ദ്രൻ, അതായത് എൻ്റെ അമ്മയുടെ അച്ഛനാണ്. ഏതാണ്ട് 96 വയസ്സോളം ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. 96 വയസ്സ്. അതായത് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ചെക്കിംഗ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർഡായ ആളാണ്. വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ഫ്ലൈയിങ് സ്ക്വാഡ് അല്ലേ? അച്ചാച്ചൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പറഞ്ഞുള്ള ഓർമ്മയുള്ളൂ. ഇദ്ദേഹമാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ. ഈ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനാണ് അയ്യൻ കേശവൻ അല്ലേ? അയ്യൻ കേശവൻ അല്ലേ? അയ്യൻ കേശവൻ. അദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുവിന് സൈക്കിൾ റിക്ഷ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം. ഇതാണ് ഞാൻ പറഞ്ഞ പഴയ തട്ട്. കണ്ടോ? വീടിൻ്റെ തട്ടുംപുറമാണ്. അതുകൊണ്ട് ഈ മച്ചിൻ്റെ മുകളിലോട്ടൊക്കെ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ കയറിപ്പോകാനൊരു, ഇവിടെ ഏണിയൊക്കെ വെച്ച് മുകളിലോട്ട് കയറിപ്പോകാറുണ്ട് ആൾക്കാർ, എന്തെങ്കിലും വൃത്തിയാക്കാനോ എടുക്കാനോ ഒക്കെ. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് വീഡിയോസ് എടുക്കാറുണ്ട്. ചില ഷോർട്ട് ഫിലിമിൻ്റെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ ഈ വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഷൂട്ടിംഗ് ഒന്നുമല്ല. എനിക്കിപ്പോൾ ഒരു തോന്നൽ വന്നപ്പം എടുത്തതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. പഴയ ആ ഒരു തറവാടിൻ്റെ ആ ഒരു എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇപ്പോഴും അതേപോലെ തന്നെ നിലനിന്ന് പോകുന്നു. എല്ലാ വർഷവും വർക്കല ശിവഗിരിയിൽ നിന്ന് തീർത്ഥാടനത്തിന് വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് തൊട്ട് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്. ശ്രീനാരായണ ഗുരു അദ്ദേഹം ഇവിടെ വന്നിരുന്നാണ് തപസ് ചെയ്തത്. പക്ഷെ അന്നത്തെ കാലത്ത് ഈ കാണുന്ന ഈ തിട്ടകളൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പിന്നീട് ചെയ്തതാണ്. അന്ന് ഇവിടെ ഒരു ചെറിയ മണ്ണിൻ്റെ കൂന മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അതിൻ്റെ മുകളിലാണ് അദ്ദേഹം ഇരുന്നത്. ഇതൊക്കെ പിന്നീട് വന്നതാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം.